ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ മീനുകളും എല്ലാവരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. കാരണം ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ റോളില്ല, കാരണം SIT ആണ് കേസ് അന്വേഷിക്കുന്നത്, കോടതി നേരിട്ട് തീരുമാനമെടുക്കാൻ പോവുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ ഇതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പ് കൃത്യമായി പുറത്തു വരേണ്ടത് രാഷ്ട്രീയമായി കൂടി വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം നേരത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാട് അന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ആ ഒരു തെറ്റൊക്കെ തന്നെ തിരുത്താനായുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നതിനിടയിലാണ് ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നു, വലിയൊരു തട്ടിപ്പ് നടന്നു, അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നൊക്കെ ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് കോടതി കണ്ടെത്തുകയാണ്. അപ്പോൾ ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ വിശ്വാസികളാകെ ഇതിന് മുകളിൽ ഒരു വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ദൂരീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കോടതി നിർദ്ദേശം എന്തായാലും അത് അതുപോലെ ശക്തമായി നടപ്പാക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. ഏതായാലും കോടതി ഈ വിഷയത്തിൽ ഏതറ്റം വരെയുമുള്ള അന്വേഷണത്തിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.